അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. രണ്ടാം ക്ലാസ്സിലെ നാലാമത്തെ പാഠമാണ് അദ്ദർസുർ റാബിഉ, പാഠം 4. ഹെഡിങ് മാ ഹാദ. മാ ഹാദ എന്നുള്ളതാണ് ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. മാ ഹാദ എന്ന് ഹെഡിങ് കൊടുത്ത് നേരെ പുറത്ത് കാണുമ്പോൾ ഒരു ചോദ്യത്തിൻ്റെ ചിഹ്നമാണ് അല്ലേ? അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം അത് ചോദ്യമാണ് എന്ന്. അപ്പം മാ ഹാദ അതാണ് ഹെഡിങ്. ഇനി അത് സംബന്ധമായിക്കൊണ്ട് എന്തൊക്കെയാണ് പറയുന്നത് എന്ന് വെച്ചാൽ നമുക്ക് നോക്കാവുന്നതാണ് ഇൻഷാ അല്ലാഹ്. എല്ലാവരും നല്ലതുപോലെ വായിക്കണം, അർത്ഥങ്ങളൊക്കെ കേട്ട് അതുപോലെ പഠിച്ച് ഇതുപോലെ എന്ത് ചെയ്യണം, മറ്റുള്ള നമ്മളെ കൂട്ടുകാരോട് ഇതുപോലെ സംസാരിക്കുക, അറബി തന്നെ സംസാരിച്ച് പഠിക്കുക. അപ്പം നമുക്ക് അറബി ഉപയോഗിക്കാൻ കഴിയും കേട്ടോ ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഹെഡിങ് എന്താണ്? മാ ഹാദ എന്നാണ്. ഇപ്പം കണ്ടോ, ഒരു മാങ്ങൻ്റെത് കൊടുത്ത് ചിത്രം കൊടുത്തുകൊണ്ട് മാ ഹാദ, മാ ഹാദ ഇത് എന്താണ്, മാ ഹാദ ഇത് എന്താണ്. മാ ഹാദ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് എന്താണ് എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. മാ ഹാദ ഇത് എന്താണ്. അപ്പോൾ ഇതുപോലത്തെ ചോദ്യങ്ങൾക്ക് എന്ത് ചെയ്യുക, മാ ഹാദ നമുക്ക് ചോദിക്കാം. അപ്പോൾ അതിൻ്റെ ഉത്തരം നോക്കാൻ മാങ്ങ അല്ലേ, നോക്കുകയാണെങ്കിൽ മാങ്ങ ഹാദ മാഞ്ച, ഹാദ മാഞ്ച ഇത് മാങ്ങയാണ്, ഇത് മാങ്ങയാണ്. ഹാദ മാഞ്ച ഇത് മാങ്ങയാണ്. ഇനി അടുത്ത് നോക്കാം മാ ഹാദിഹി. നേരത്തെ നമ്മൾ പറഞ്ഞത് മാ ഹാദ എന്നായിരുന്നു, ഇപ്പോൾ ഹി എന്ന് കൂടി കൂട്ടിയിരിക്കണ്. മാ ഹാദിഹി അതിൻ്റെ അർത്ഥം ഇത് എന്താണ്, അർത്ഥം തന്നെയാണ്. മാ ഹാദിഹി ഇത് എന്താണ്. ചിത്രം എന്താണ്? പൂച്ചയാണ് അല്ലേ? അപ്പം നമുക്ക് മനസ്സിലാക്കണം മാ ഹാദ എന്ന് ആർക്ക് ഉപയോഗിക്കുന്നു, മാ ഹാദിഹി എന്നുള്ളത് ആർക്ക് ഉപയോഗിക്കുന്നു നമുക്ക് മനസ്സിലാക്കാം കേട്ടോ. ഇങ്ങോട്ട് നമുക്ക് നോക്കാം. മാ ഹാദിഹി ഇത് എന്താണ്, മാ ഹാദിഹി ഇതെന്താണ്. അതിൻ്റെ ഉത്തരം നോക്കുകയാണി ഹാദിഹി ഹിറത്തുൻ, ഹാദിഹി ഹിറത്തുൻ അർത്ഥം എന്താണ്? ഇത് പൂച്ചയാണ്, ഇത് പൂച്ചയാണ് അല്ലേ? പൂച്ചയെ ചൂണ്ടിയിട്ട് നമ്മൾ ചോദിക്കുകയാണ് ഹാദിഹി മഹാദ, മഹാദിഹി ഇത് എന്താണ്. അപ്പോൾ ഉത്തരം ഹാദിഹി ഹിറത്തുൻ ഇത് പൂച്ചയാണ്, ഇത് പൂച്ചയാണ് അല്ലേ? ഹാദിഹി ഹിറത്തുൻ. ഇനി നോക്കുക മൻ ഹാദ, മൻ ഹാദ ഒരു കുട്ടിയെ ചൂണ്ടിയിട്ടാണ് നമ്മൾ ചോദിക്കുന്നത്. മൻ ഹാദ ഇത് ആരാണ് അല്ലേ? നമ്മുടെ കൂടെ വരുമ്പോൾ ഒരാളോട് ചോദിക്കാണ്, അല്ലെങ്കിൽ ഒരാളുടെ കൂടെ ഒരു ആൾ വരുന്നെങ്കിൽ മൻ ഹാദ ഇത് ആരാണ് എന്ന് ചോദിക്കും അല്ലേ? അറിയാത്തൊരാൾ മറ്റുള്ളവൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഇതാരാണ് നമ്മൾ ചോദിക്കൂലേ? അത് അറബിയിൽ ചോദിക്കുന്നത് എങ്ങനെ? മൻ ഹാദ എന്നാണ്. അപ്പം അതിന് ഉത്തരം എങ്ങനെ പറയാ? ഹാദ ബാസിമുൻ, ഹാദ ബാസിമുൻ അർത്ഥം എന്താ? ഇത് ബാസിമാണ്, ഇത് ബാസിമാണ്. ഹാദ ബാസിമുൻ ഇത് ബാസിമാണ് കേട്ടോ. അങ്ങനെ ചോദിക്കുക മൻ ഹാദ. അപ്പോൾ ഉത്തരം ഹാദ ബാസിമുൻ. ബാസിമാണെങ്കിൽ ഹാദ ബാസിമുൻ എന്ന് പറയണം. ഇനി വേറെ ആരാണെങ്കിൽ വേറെ ആരെ പേരെങ്കിൽ ആ പേര് അതിനോട് കൂടെ കൂട്ടുക കേട്ടോ. ഇനി നോക്കണി മൻ ഹാദിഹി, മൻ ഹാദിഹി എന്നാ ചോദിക്കുന്നത്. നേരത്തെ ചോദിച്ചത് മൻ ഹാദ എന്നാണ്, ഇപ്പൊ ചോദിക്കുന്നത് മൻ ഹാദിഹി എന്നാണ്. ഇത് ആരാണ്. അർത്ഥം രണ്ടിനും ഒന്നാണ്. മൻ ഹാദ എന്ന് പറഞ്ഞാലും മൻ ഹാദിഹി എന്ന് പറഞ്ഞാലും അർത്ഥം തന്നെയാണ്. ഇതാരാണ്. ഉത്തരം എന്താണ്? ഹാദിഹി ലുബ്ന, ഹാദിഹി ലുബ്ന ഇത് ലുബ്നയാണ്, ഇത് ലുബ്നയാണ്. ഹാദിഹി ലുബ്ന ഇത് ലുബ്നയാണ് അല്ലേ? ഈ ലുബ്ന അല്ല വേറെ പേരാണെങ്കിൽ ഹാദിഹിനോട് ആ പേര് എന്ത് ചെയ്യുക, ചേർത്ത് കൊടുക്കണം കേട്ടോ. ഹാദിഹി ഫാത്തിമ, ഫാത്തിമയാണെങ്കിൽ ഹാദിഹി ഫാത്തിമ ഇത് ഫാത്തിമയാണ് എന്ന് പറയണം കേട്ടോ. ഇവിടെ ലുബ്നയാണ് പേര് കുട്ടിൻ്റെ. അപ്പം എന്ത് ചെയ്തു? ഹാദിഹി ലുബ്ന ഇത് ലുബ്നയാണ് എന്ന് പറഞ്ഞു. ഞാൻ കാണി ഒരു പേനയാണ് ചിത്രം കാണിക്കുന്നത്. അപ്പോൾ അതിനെ ചോദിക്കുക മാ ഹാദ, മാ ഹാദ ഇത് എന്താണ്, മാ ഹാദ ഇത് എന്താണ്. മാ ഹാദ
ഇത് എന്താണ്? പേനയാണ്. പേനയെ ചൂണ്ടിയിട്ട് എന്ത് ചെയ്യുക ചോദിക്കുമ്പോൾ മഹാദ എന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മൾ ഉത്തരം എന്താ? ഹാദാ ഖലമുൻ, ഹാദാ ഖലമുൻ, ഇത് പേനയാണ്. ഹാദാ ഖലമുൻ, ഇത് പേനയാണ്. ഹാദാ ഖലമുൻ, ഇത് പേനയാണ്. ട്ടാ. ഇനി അടുത്ത എന്താ നമുക്ക് പറയാനുള്ളത് നോക്കാം അല്ലേ? അടുത്തത് എന്ത് വരുന്നു നോക്കണം, ശ്രദ്ധിക്കണം, നല്ലപോലെ വായിക്കണേ, നല്ലപോലെ പഠിക്കും വേണം കേട്ടോ. ഉഷാറായിട്ട് നമുക്ക് അറബി പറയാൻ സാധിക്കണം, അറബി പറഞ്ഞു പഠിക്കണം. അടുത്ത നോക്കാണി മഹാദിഹി എന്നാണ്. മഹാദിഹി എന്നാണ്. നേരത്തെ പറഞ്ഞത് മഹാദ എന്നായിരുന്നു, ഇപ്പൊ പറഞ്ഞത് മഹാദിഹി എന്നാണ്. അർത്ഥം ഇത് എന്താണ്? അർത്ഥം രണ്ടിനും ഒന്ന് തന്നെ ട്ടാ. ഇത് എന്താണ്? പക്ഷെ അറബി പദങ്ങൾ മാറിപ്പോകും. ഹാദ എന്നും പറയും, മഹാദിഹി എന്നാണ് ഇവിടെ ഉപയോഗിച്ചത്. മഹാദിഹി, ഇത് എന്താണ്? ഞാൻ അതിൻ്റെ ഉത്തരം എന്താണ് നമുക്ക് കാണണം അല്ലേ? മഹാദിഹി എന്നൊരു ഇതിനെ ചൂണ്ടിട്ട് പറയുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരം പറയാ ഹാദിഹി സഹ്റത്തുൻ, ഹാദിഹി സഹ്റത്തുൻ, ഇത് പൂവാണ്, ഇത് പൂവാണ്. അപ്പൊ പൂവിനെ ചൂണ്ടിയിട്ട് ഒരാൾ ചോദിക്കാണ് മഹാദിഹി എന്ന് ചോദിച്ചാൽ, അപ്പൊ ചോദിക്കുന്ന ആരോടാണ് ചോദിച്ചത്? ആള് പറയണം ഹാദിഹി സഹ്റത്തുൻ, ഹാദിഹി സഹ്റത്തുൻ, ഇത് പൂവാണ്, ഇത് പൂവാണ് എന്ന് പറയണം ട്ടാ. ഹാദിഹി സഹ്റത്തുൻ, ഹാദിഹി സഹ്റത്തുൻ എന്ന് പറയണം. ഇനി അടുത്തത് മൻഹാദ, ഇത് ആരാണ്? മൻഹാദ, ഇത് ആരാണ്? മൻഹാദ, ഇത് ആരാണ് അല്ലേ? അതിന് ഉത്തരം എന്താ? മൻഹാദ, ഇത് ആരാണ്? ഉത്തരം എന്താ? ഹാദാ അഹി, ഹാദാ അഹി. അഹി എന്ന് പറഞ്ഞാൽ ഇത് എൻ്റെ സഹോദരനാണ്. ഹാദാ അഹി, ഇത് എൻ്റെ സഹോദരനാണ്. ഹാദാ അഹി, ഇത് എൻ്റെ സഹോദരനാണ് എന്ന് പറയണം കേട്ടോ. ഹാദാ ഇനി വാപ്പയാണെങ്കിൽ എന്താ പറയാ? ഹാദാ അബി എന്ന് പറയണം കേട്ടോ. ഞാൻ അടുത്ത് മൻ ഹാദിഹി, മൻ ഹാദിഹി എന്ന അടുത്ത ചോദിക്കുന്നത്. മൻ ഹാദിഹി, ഇത് ആരാണ്? ഒരു പെൺകുട്ടിനെ ചൂണ്ടിയിട്ടാ പറയുന്നത് മൻ ഹാദിഹി, ഇത് ആരാണ്? മൻ ഹാദിഹി, ഇത് ആരാണ് ട്ടാ. മൻ ഹാദ എന്ന് പറഞ്ഞിടത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു ഹാദാ അഹി എന്ന് പറഞ്ഞു. മൻ ഹാദിഹി എന്നാണ് ഇപ്പൊ പറഞ്ഞത്. അപ്പോ അതിന് ഉത്തരം ഹാദിഹി ഉഖ്തി, ഹാദിഹി ഉഖ്തി. ഹാദിഹി ഉഖ്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് എൻ്റെ സഹോദരിയാണ്, ഇത് എൻ്റെ സഹോദരിയാണ്. ഹാദാ ഉഖ്തി, ഇത് എൻ്റെ സഹോദരിയാണ് അല്ലേ? എല്ലാവർക്കും അറിയാലേ? ഫോട്ടോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് അടുത്ത് പറയാൻ പോകുന്നത്. ഹാദിഹി ഉഖ്തി ട്ടോ. നേരത്തെ പറഞ്ഞത് ഹാദാ അഹി ട്ടോ. നോക്കാം നിങ്ങൾ. നസ്അലു വ നുജീബു, നസ്അലു നമുക്ക് ചോദിക്കാം, നുജീബ് നമുക്ക് ഉത്തരം പറയും ചെയ്യാം ട്ടോ. മഹാദ, പുസ്തകങ്ങൾ കാണിച്ചിട്ടാ ചോദിക്കുന്നത്. മഹാദ, അതിന് ഉത്തരം എന്താ പറയാ? മഹാദ, ഉത്തരം എന്ത് പറയുന്നു? മഹാദ, മനസ്സ് പറഞ്ഞോളി. അതിൻ്റെ ഉത്തരം എന്തായിരിക്കും എന്നുള്ളത് മനസ്സിലിങ്ങനെ പറയും. നമ്മൾ കാണിച്ചു തരുന്ന മുമ്പ് തന്നെ മനസ്സിലിങ്ങനെ പറഞ്ഞു നോക്കാണി എന്തായിരിക്കും അതിൻ്റെ ഉത്തരം. നമ്മൾ പറയുന്ന ഉത്തരവും അവിടെ കാണിക്കുന്നത് ഒന്നാണോ എന്ന് നോക്കണേ ട്ടോ. അടുത്ത് നസ്അലു വ നുജീബു, അടുത്ത് മാ ഹാദിഹി, മാ ഹാദിഹി എന്നാ ചോദിക്കുന്നത്. മാ ഹാദിഹി എന്ന് ചോദിക്കുന്നു. അതിൻ്റെ ഉത്തരം എന്താണുള്ളത് നമുക്ക് മനസ്സിലാക്കണം. നേരത്തെ പറഞ്ഞത് മഹാദ എന്നാണ്, ഇപ്പൊ പറഞ്ഞത് മഹാദിഹി എന്നാണ്. രണ്ടിൻ്റെയും ഉത്തരങ്ങൾ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് കണ്ടെത്തണം മനസ്സിൽ. മൻഹാദ അല്ലേ? ഒരു ആൺകുട്ടിനെ ചൂണ്ടിയിട്ടാണ് പറയുന്നത് മൻഹാദ എന്നാ ചോദിച്ചത്. അപ്പൊ അതിന് ഉത്തരം എന്ത് പറയും? മൻഹാദ എന്ന് ചോദിച്ചാൽ, ഒരു ആൺകുട്ടിനെ ചൂണ്ടിയിട്ട് മൻഹാദ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? ട്ടാ. ഇനി അടുത്തത് എന്തായിരിക്കും? നിങ്ങൾ മനസ്സിൽ കൊണ്ടുവന്നോളി ട്ടാ. അടുത്തത് മൻ, ഇപ്പോൾ ഇതെന്താണ്? മൻഹാദ എന്നാണ്. അടുത്തത് എന്തായിരിക്കും?
അതാ മൻ ഹാദിഹി ഒരു പെൺകുട്ടിയാണ്. നേരത്തത് ആൺകുട്ടിയായിരുന്നു, ഇപ്പൊ പെൺകുട്ടിയാണ്. അതുകൊണ്ട് ചോദിച്ചത് മൻ ഹാദിഹി എന്നാണ് ചോദിച്ചത്. നേരത്തെ പറഞ്ഞത് ആൺകുട്ടി ആയതുകൊണ്ട് മൻ ഹാദ എന്ന് പറഞ്ഞു. ഇപ്പോ പെൺകുട്ടി ആയതുകൊണ്ട് മൻ ഹാദിഹി എന്നാണ് പറഞ്ഞത്. അവിടാ അപ്പൊ അതിനൊക്കെ ഉത്തരങ്ങൾ ശേഷം വരുന്നുണ്ട്. ഒക്കെ നമ്മുടെ മനസ്സിൽ വരണം കേട്ടോ. ഉത്തരങ്ങൾ ശേഷം വരുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? അതിൻ്റെ ഒക്കെ ഉത്തരം നമ്മുടെ മനസ്സിലൂടെ ഇങ്ങനെ കൊണ്ടുവരിക. അപ്പോൾ ഇനി കാണിക്കുന്ന ഉത്തരങ്ങളും നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്നതും ഒന്നെന്നെയാണോ എന്ന് നമ്മളൊന്ന് പരീക്ഷിക്കുക. നമുക്കൊന്ന് പരീക്ഷിക്കണ്ടേ? ഒരു പരീക്ഷ നടത്തണം അല്ലേ? ഇപ്പൊ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കുകയാണ്, ഉത്തരങ്ങൾ നമ്മുടെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്ന ഉത്തരവും നമ്മുടെ മനസ്സിലുള്ള ഉത്തരവും ഒന്നാകുമോ എന്നതാണ് നമ്മളിങ്ങനെ കാത്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഉഷാറായി നന്നായി പഠിക്കണം കേട്ടാ. നല്ലോണം ഉഷാറാക്കണേ. അറബി നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ഉപയോഗത്തിൽ കൊണ്ടുവരണം കേട്ടാ. ഇൻഷാ അല്ലാഹ് നല്ലപോലെ പഠിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. പിന്നെ നല്ല കുട്ടികളായി വളരണം. ഉമ്മയെയും ഉപ്പയെയും നല്ലതുപോലെ നമ്മൾ അനുസരിക്കും വേണം കേട്ടോ. ഉസ്താദുമാരെയും അനുസരിക്കണം. മറ്റുള്ളതായ നമ്മൾ സ്കൂൾ പഠിക്കുന്നതായ അധ്യാപകർ ടീച്ചർമാരാണെങ്കിലും അവരൊക്കെ നമ്മൾ അനുസരിക്കണം കേട്ടോ. നല്ല കുട്ടികളായി അവർ പറഞ്ഞത് നല്ലതേ അവർ പറഞ്ഞു തരൂ. നല്ലത് പറഞ്ഞു തന്നാൽ നമ്മൾ അവരെ എന്ത് ചെയ്യണം? അനുസരിക്കണം കേട്ടോ. അതാരായാലും വേണ്ടില്ല. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. നല്ല കുട്ടികളാക്കി അള്ളാഹു നമ്മളെ വളർത്തുമാറാവട്ടെ. ഉമ്മാനും ഉപ്പാനും പൊരുത്തം സമ്പാദിച്ചവരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ഇനി നോക്കാം നിങ്ങള് നസ്അലു ജീബു എന്നതിൻ്റെ ഉത്തരം നേരത്തെ നമ്മൾ കിതാബ് ആണ് ചോദിച്ചു. അതിന് ഉത്തരാണ് ഹാദാ കിതാബുൻ, ഇത് പുസ്തകമാണ്. പൂച്ചനെ ചൂണ്ടിയിട്ട് നമ്മൾ ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം ഹാദിഹി ഹിറത്തുൻ. നിങ്ങൾ മനസ്സിൽ കൊണ്ടുവന്നപ്പോഴും അങ്ങനെ തന്നെയായിരുന്നോ? ഹാദാ കിതാബുൻ തന്നെയാണോ കിതാബിനെ കുറിച്ച് ചോദിച്ചപ്പോൾ മനസ്സിൽ വന്നത്? അപ്പോൾ അത് എന്നാൽ ശരിയാണ്. പൂച്ചയെ ചൂണ്ടിയിട്ട് നമ്മൾ ചോദിച്ചപ്പോൾ ഹാദിഹി ഹിറത്തുൻ തന്നെയാണ് നമ്മുടെ മനസ്സിൽ വന്നത്. ആണെങ്കിൽ ശരിയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഉത്തരം പയച്ചുപോയി. അപ്പോൾ കിതാബിനെ ചൂണ്ടിയിട്ട് ചോദിച്ചപ്പോൾ അതിൻ്റെ ഉത്തരം ഹാദാ കിതാബുൻ. പൂച്ചയെ ചൂണ്ടിയിട്ട് ചോദിച്ചപ്പോൾ അതിൻ്റെ ഉത്തരാണ് ഹാദിഹി ഹിറത്തുൻ. ഹാദിഹി ഹിറത്തുൻ കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ്. അടുത്തത് എന്താ പറയാനുള്ളത് നോക്കാം. അടുത്തത് നമുക്ക് പറയാനുള്ളത്, അടുത്തത് നോക്കണേ. നല്ലോണം പഠിക്കും വേണം, നോട്ടിൽ എഴുതും വേണം കേട്ടോ. മറക്കാൻ പാടില്ലേ. അടുത്ത കണ്ടോ, ആൺകുട്ടിയും പെൺകുട്ടിയെയും ചൂണ്ടിങ്ങാണ്ട് ചോദിച്ചില്ലേ? മൻ ഹാദ എന്ന് ചോദിച്ചു, മൻ ഹാദിഹി എന്നും ചോദിച്ചില്ലേ? അപ്പോൾ മൻ ഹാദ എന്ന ആൺകുട്ടിയെ ചോദിച്ചപ്പോൾ അതിന് ഉത്തരം നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്നത് എന്താണ്? ഹാദാ ബാസിമുൻ എന്നാണോ എന്ന ഉത്തരം ശരിയായി. ഹാദി പെൺകുട്ടിയെ ചോദിച്ച മൻ ഹാദിഹി എന്ന് ചോദിച്ചപ്പോൾ ഹാദിഹി ലുബ്ന എന്നാണോ നമ്മുടെ മനസ്സിൽ വന്നത് എന്ന ഉത്തരം ശരിയാണ്. അതല്ല വേറെന്തെങ്കിലും ആണെങ്കിൽ ഉത്തരം തെറ്റായി പോയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഉത്തരം ശരിയാക്കി പഠിക്കണേ. ഹാദാ ബാസിമുൻ, ഹാദാ ബാസിമുൻ, ഹാദിഹി ലുബ്ന. ഹാദാ ബാസിമുൻ എന്ന് പറയാൻ കാരണം ഹാദ എന്ന് ആൺകുട്ടിയെ പറയാൻ കാരണം ആൺകുട്ടി ആയതുകൊണ്ടാണ് കേട്ടോ. അതിന് നേരെ പെണ്ണായതുകൊണ്ട് ഹാദിഹി എന്നാണ് പറഞ്ഞത്. രണ്ടിൻ്റെയും വ്യത്യാസങ്ങൾ നമ്മൾ മനസ്സിലായില്ലേ? പറഞ്ഞു തരാതെ തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഈ ഹാദ എന്ന് ആൺകുട്ടി ആയതുകൊണ്ട് പറഞ്ഞു, ഹാദിഹി എന്നുള്ളത് പെൺകുട്ടി ആയതുകൊണ്ട് പറഞ്ഞു എന്ന് നമുക്ക് എന്ത് ചെയ്യണം? നേരത്തെ മനസ്സിലാക്കി വെക്കണം കേട്ടോ. അപ്പൊ ഹാദാ ബാസിമുൻ ഹാദിഹി ലുബ്ന, ഹാദാ ബാസിമുൻ ഹാദിഹി ലുബ്ന കേട്ടോ. ഇൻഷാ അല്ലാഹ് നല്ലപോലെ പഠിക്കുക, നല്ലപോലെ പഠിക്കണം കേട്ടോ. ഇൻഷാ അല്ലാഹ് നല്ലപോലെ ഉഷാറായി ഇങ്ങോട്ട് പഠിക്കണേ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മദ്രസന്നൊക്കെ നിങ്ങൾ നല്ലോണം പഠിക്കണം കേട്ടോ. ഉസ്താദന്മാരൊക്കെ പറഞ്ഞു തരുന്നത് നല്ലതുപോലെ എഴുതി പഠിക്കണം. നോട്ടിൽ എഴുതുകയും ആ നോട്ട് ആവശ്യത്തിനനുസരിച്ച് നോക്കി പഠിക്കുകയും ചെയ്യണം നമ്മൾ. ഇൻഷാ അല്ലാഹ്. ഇനി അടുത്ത 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എന്താണ് അല്ലേ? അടുത്ത 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എന്താണ് നമുക്ക് മനസ്സിലാക്കണം. ഇൻഷാ അല്ലാഹ്. അതോടുകൂടെ കഴിഞ്ഞു.
കേട്ടോ. അത് കഴിഞ്ഞില്ലേ, ഹാദ കിതാബ് കഴിഞ്ഞു. അതുപോലെ നമ്മൾ പൂച്ചനെ ചോദിച്ചു, അപ്പോൾ അതും കഴിഞ്ഞു. ഇപ്പോൾ രണ്ട് പെൺകുട്ടിനെയും ചോദിച്ചു, അതും കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് നല്ലതുപോലെ ഉഷാറായിക്കാണ്ട് ഒക്കെ എന്ത് ചെയ്യണം, എല്ലാവരും നല്ല പോലെ പഠിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമ്മളെ നല്ല കുട്ടികളാക്കി വളർത്തുമാറാവട്ടെ. ഉമ്മാൻ്റെ ഉപ്പാൻ്റെ പൊരുത്തം സമ്പാദിക്കുന്നവർ അള്ളാഹു നമ്മളെല്ലാവരും ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹു നാഫിയായ ഇൽമ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇത് നിങ്ങൾ മറ്റുള്ളവരിലേക്കൊക്കെ നിങ്ങൾ നല്ലപോലെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഉണ്ടാവില്ല, കൂട്ടുകാരികളൊക്കെ, അവരിലേക്കൊക്കെ എന്ത് ചെയ്യണം, ഇതിനെ വീഡിയോ എത്തിച്ചു കൊടുക്കുക, അവർക്കൊരു ഉപകാരപ്പെടട്ടെ. അതിന് വേണ്ടിയാണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമുക്കിവിടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.